ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പത്രമാറ്റിൽ ഇനി ശരിക്കും ഒരു തിരിച്ചടികളുടെ തുടക്കമാണ് വരാൻ പോകുന്നത്. അനഘയെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങൾ അപ്രതീക്ഷിതമായ വഴിത്തിരിവിലേക്ക് എത്തുമ്പോൾ ഇതുവരെ സ്വന്തം കളികളുമായി മുന്നോട്ട് പോയ ജലജയ്ക്കും അഭിക്കും ജാനകിക്കും അജയനും ഒക്കെ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു വശത്ത് ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ, മറുവശത്ത് പുറത്തു വരാനിരിക്കുന്ന ചില രഹസ്യങ്ങൾ. അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ നൽകാൻ പോകുന്നത് നല്ലൊരു ത്രില്ലിംഗ് അനുഭവമാണ്. ഏതായാലും ഇനി സംഭവിക്കാൻ പോകുന്ന ആ നിർണായക നിമിഷങ്ങളിലേക്ക് നമുക്ക് നേരെ കടക്കാം. അങ്ങനെ നമുക്കറിയാം, ജലജയുടെ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന വലിയൊരു രഹസ്യമുണ്ട്. അത് കണ്ടുപിടിക്കാനാണെങ്കിലോ നയനയും ആദർശും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അതേസമയം നവ്യ ചെയ്യുന്ന ഒരു കാര്യം കാരണം അഭി വലിയൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടുകയും ചെയ്യുന്നുണ്ട്. ആദർശും നയനയും പണ്ട് നാഗേന്ദ്രനെ എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് എന്നറിയാൻ ഒരുപാട് ആളുകളോട് ചോദിച്ചു നോക്കി. പക്ഷെ ആരും അവർക്ക് ശരിയായ മറുപടി കൊടുത്തില്ലെന്ന് വേണം പറയാൻ. ഒടുവിൽ നയന തന്നെ ഒരു വഴി കണ്ടെത്തുകയാണ്. നമുക്ക് ആരെയും കാത്തു നിൽക്കേണ്ട ആദർശേട്ട, നേരിട്ട് പോയി നാഗേന്ദ്രൻ അങ്കിളിനോട് തന്നെ കാര്യം ചോദിക്കാം. പക്ഷെ ആദർശിനൊരു പേടിയുണ്ടായിരുന്നു. ഇത്രയും കാലം നമ്മളെ വെറുപ്പോടെ മാത്രം നോക്കിയ ഒരാൾ ഇപ്പോൾ സത്യമെല്ലാം നമ്മളോട് പറയുമോ എന്നാണ് ആദർശ് ചോദിക്കുന്നത്. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കിയാലല്ലേ സത്യം അറിയാൻ പറ്റൂ എന്ന് നയന പറഞ്ഞപ്പോൾ ആദർശം പിന്നെ അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ നാഗേന്ദ്രനെ കാണാൻ പുറപ്പെട്ടു. പക്ഷെ ആദർശും നയനയും നാഗേന്ദ്രന്റെ വീട്ടിലെത്തുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരുന്നു. അവരുടെ എല്ലാ പ്രതീക്ഷകളും അവിടെ വെച്ച് തകർന്നടിയുകയായിരുന്നു. കാരണം വീട്ടിനുള്ളിൽ കയറിയ ഇരുവർക്കും എന്തോ വലിയ അപകടം മണത്തു. ആ വീട് മുഴുവൻ മരണവീട് പോലെ ഭയപ്പെടുത്തുന്ന ഒരു നിശബ്ദതയിലായിരുന്നു. സാധനങ്ങളെല്ലാം നിലത്ത് വീണ് ചെതറിക്കിടപ്പുണ്ടായിരുന്നു. അവിടെ വലിയൊരു അടിപിടി നടന്നിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. ഇവിടെ എന്തോ വലിയൊരു അക്രമം നടന്നിട്ടുണ്ടെന്ന് തന്നെ അവർക്ക് ഉറപ്പായി. അത് കണ്ട് രണ്ടുപേരുടെയും ഉള്ളിൽ വല്ലാത്തൊരു ഭയം വരികയാണ്. എന്തായാലും സത്യമെല്ലാം അറിയാമെന്ന പ്രതീക്ഷയോടെയാണ് ആദർശും നയനയും നാഗേന്ദ്രന്റെ വീട്ടിലേക്ക് പോയത്. എന്നാൽ വിധി അവർക്കായി കരുതി വെച്ചത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. അവരവിടെ എത്തിയപ്പോഴേക്കും കാര്യങ്ങളെല്ലാം വൈകിപ്പോയിരുന്നു. പിന്നീട് ഒടുവിൽ വലിയ നിരാശയോടെയും വിഷമത്തോടെയും അവരവിടെ നിന്ന് മടങ്ങി. അതിനുശേഷം മറ്റൊരു വശത്ത് വീട്ടിൽ വലിയൊരു സംഭവം നടക്കുകയായിരുന്നു. വീടിന്റെ ഒരു മൂലയിൽ മാറി നിന്ന് ജലജ ആർക്കോ രഹസ്യമായിട്ട് ഫോൺ ചെയ്യുന്നത് പോലെ നവ്യ കാണാനിടയായി. ആരും കാണാതിരിക്കാൻ വശങ്ങളിലേക്കൊക്കെ പേടിയോടെ നോക്കിക്കൊണ്ടാണ് ജലജ സംസാരിക്കുന്നത്. പെട്ടെന്ന് ജലജ ഫോൺ അവിടെ മേശപ്പുറത്ത് വെച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയം കൊണ്ട് ജലജയുടെ ഫോണിലേക്ക് വീണ്ടും വിളി വന്നു. നമ്മുടെ നവ്യയാണെങ്കിൽ ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ജലജ ഫോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ നവ്യ ആരും കാണാതെ വേഗത്തിൽ ചെന്ന് ആ ഫോൺ കോളിൽ പറയുന്നത് എന്താണെന്ന് കേൾക്കുകയാണ് കേട്ടോ. ഫോണിലൂടെ അപ്പുറത്തുള്ള ആൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞതും ജലജ തിരികെ വരുന്നത് കണ്ട് നവ്യ വേഗം അവിടെ നിന്ന് മാറി നിൽക്കുന്നു. തിരികെ വന്ന ജലജയാണെങ്കിൽ ഫോണിലെ മിസ്ഡ് കോൾ കണ്ട് തിരിച്ചു വിളിക്കുമ്പോഴാണ് ആ വില്ലൻ ദേഷ്യപ്പെടുന്നത്. അയാൾ ചോദിക്കുകയാണ്, ഇത്ര നേരമായിട്ട് നീ എന്താ എത്താത്തത്? എന്നാൽ അത് കേട്ടതും ജലജയ്ക്കൊന്നും മനസ്സിലായില്ല. ആരാണ് സംസാരിക്കുന്നതെന്നോ എവിടേക്കാണ് വരേണ്ടതെന്നോ അറിയാത്ത പോലെ അവൾ തിരിച്ചു ചോദിച്ചു. ആദ്യം അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് ഇതേ നമ്പറിലേക്ക് വിളിച്ച് സംസാരിച്ചയാൾ തന്നെയാണ് ഇപ്പോഴും കൂടെയുള്ളതെന്നാണല്ലോ അയാൾ കരുതുന്നത്. അവസാനം അയാൾ ആ വലിയ കാര്യം തുറന്നു പറഞ്ഞു. നാഗേന്ദ്രൻ ഇപ്പോൾ തങ്ങളുടെ പിടിയിലാണെന്നും ഉടനെ തന്നെ അവിടെ എത്തിച്ചേരണമെന്നും അയാൾ ജലജയെ അറിയിക്കുകയാണ്. അത് കേട്ടതും ജലജയുടെ മുഖത്ത് വലിയ സന്തോഷമാണ് വരുന്നത്. എന്നാൽ അടുത്ത നിമിഷം തന്നെ മറ്റൊരു വലിയ സംശയം ജലജയെ പേടിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ കുറച്ചു മുമ്പ് എൻ്റെ ഫോൺ എടുത്ത് സംസാരിച്ചത് ആരാണ് എന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങി. ആ ചോദ്യം അവളെ ആകെ അസ്വസ്ഥയാക്കി. താനല്ല ഫോൺ എടുത്തതെന്ന് ഉറപ്പായതോടെ മറ്റാരോ തങ്ങളുടെ സംസാരം കേട്ടിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. ആ ഭയം അവളെ ആകെ പേടിപ്പിച്ചു. എന്തായാലും ഇനി ഫോണിലൂടെ ഒന്നും പറയേണ്ടതെന്നും നേരിട്ട് കണ്ട് സംസാരിക്കാമെന്നും അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഉടനെ തന്നെ കാണാൻ ഉറപ്പിച്ചു. ഇതെല്ലാം മാറിയിരുന്ന് കാണുകയാണല്ലോ നവ്യ. നവ്യയ്ക്ക് കാര്യങ്ങളിലെല്ലാം വലിയ ദുരൂഹതയുണ്ടെന്ന് ഉറപ്പാവുകയാണ്. ഇനി സമയം കളയാൻ കഴിയില്ലെന്ന് തന്നെ അവൾ തീരുമാനിച്ചു. ഉടനെ തന്നെ അവൾ തൻ്റെ വിശ്വസ്തയായ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ അവളെ വിളിക്കുകയാണ്. എന്നിട്ട് താൻ പറയുന്ന സ്ഥലത്തേക്ക് വേഗം എത്താൻ അവളോട് ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം ആരും അറിയാതെ ജലജയുടെ പുറകെ പോകാൻ തന്നെ നവ്യ തീരുമാനിക്കുകയാണ്, രണ്ടും കൽപ്പിച്ച്. അങ്ങനെ കുറച്ച് സമയത്തിനകം എല്ലാവരും ഒരേ സ്ഥലത്ത് എത്തിച്ചേർന്നു. ജലജ പേടിയോടെ അകത്തേക്ക് കയറിപ്പോയി. നവ്യയും കൂട്ടുകാരിയുമാണെങ്കിലോ പുറത്തുള്ള ഒരു സുരക്ഷിത സ്ഥലത്ത് ഒളിച്ചു നിന്ന് എല്ലാം നോക്കി കണ്ടു. അകത്ത് നാഗേന്ദ്രനെ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ആർക്കും വലിയ പാവം തോന്നും. ജലജയെ കണ്ടതും നാഗേന്ദ്രൻ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇത്രയും നാൾ മനസ്സിൽ വെച്ചിരുന്ന ദേഷ്യവും വിഷമവും എല്ലാം അയാൾ ജലജയ്ക്ക് മുന്നിൽ പുറത്തെടുത്തു. പക്ഷെ ജലജയും വിട്ടുകൊടുത്തില്ല. അവൾ താൻ ചെയ്തതാണ് ശരിയെന്ന് വാദിച്ചു. തൻ്റെ കള്ളത്തരങ്ങൾ മറച്ചു വയ്ക്കാനാണ് ജലജ അപ്പോഴും നോക്കിയത്. എന്നിട്ട് നാഗേന്ദ്രൻ തിരികെ വന്നതുകൊണ്ടാണ് തൻ്റെ സമാധാനം പോയതെന്ന് വരെ ജലജ പറഞ്ഞു. വീട്ടിലെ സ്വത്തും പണവും മാത്രമായിരുന്നു ജലജയുടെ മനസ്സിൽ എപ്പോഴും. പക്ഷെ നാഗേന്ദ്രനും വിട്ടുകൊടുത്തില്ല. നാഗേന്ദ്രനും ഒട്ടും പേടിക്കാതെ തന്നെ തിരിച്ചു മറുപടി പറഞ്ഞു.
എന്തായാലും ആ വാക്കുകൾ കേട്ട് ജലജയുടെ ദേഷ്യം കൂടി കൂടി വന്നു. അങ്ങനെ പിന്നെ രണ്ടുപേരുടെയും വഴക്ക് വലിയ ബഹളമായി മാറി. ഒടുവിൽ പിന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ ജലജ നാഗേന്ദ്രനെ തല്ലുകയാണ്. നാഗേന്ദ്രനാണെങ്കിൽ തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. എല്ലാം കഴിഞ്ഞ് ജലജ തന്റെ കാമുകനായിട്ടുള്ള ആ കൂട്ടാളിയോട് ചോദിക്കുകയാണ്, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. തീരുമാനം മുഴുവൻ നീ തന്നെ എടുത്തോ എന്ന് അയാൾ മറുപടി പറഞ്ഞു. അങ്ങനെ പിന്നെ ജലജയും ആ കൂട്ടാളിയും സംസാരിച്ചുകൊണ്ടിരുന്നു. ആ ഒരു ഇരുട്ടിൽ അവർ അടുത്ത പ്ലാൻ ഉണ്ടാക്കുകയായിരുന്നു. ഇനി പണത്തിന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് അയാൾ പറഞ്ഞു. പണമുള്ളത് കൊണ്ട് തങ്ങൾക്കൊന്നും സംഭവിക്കില്ലെന്ന അഹങ്കാരമായിരുന്നു അയാൾക്ക്. ധാരാളം പണം അയാളുടെ കയ്യിലുള്ളത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമാകുമെന്ന് ജലജയ്ക്കും തോന്നിപ്പോവുകയാണ്. അത് ജലജയ്ക്ക് വലിയ സന്തോഷമാവുകയാണ്. ഇതൊന്നും അറിയാതെ നവ്യയും കൂട്ടുകാരിയും പുറത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. അവിടെ എന്തോ വലിയ അപകടം നടക്കുന്നുണ്ടെന്ന് അവർക്കറിയാമായിരുന്നെങ്കിലും അകത്ത് കെട്ടിയിട്ടിരിക്കുന്നത് നാഗേന്ദ്രനെയാണെന്നോ സത്യം എന്താണെന്നോ ഒന്നും നവ്യയ്ക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് നവ്യയുടെ കാൽ ഒരു പാത്രത്തിൽ തട്ടി ശബ്ദം ഉണ്ടാവുന്നത്. പക്ഷെ ആ അബദ്ധം വലിയ വിപത്തായി. പിന്നീട് ശബ്ദം കേട്ട് ജലജ വന്നപ്പോഴേക്കും നവ്യ ഇരുട്ടിലേക്ക് ഒളിച്ചു. ഭാഗ്യം കൊണ്ടാണ് തൽക്കാലം രക്ഷപ്പെട്ടത്. പക്ഷെ ഇതോടുകൂടി തങ്ങളെ ആരോ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള ഭയത്തോടെ ജലജ വീട്ടിലേക്ക് മടങ്ങി. കള്ളത്തരം പിടിക്കപ്പെടുമോ എന്ന് ജലജ പേടിച്ചു. അതിനുശേഷം ഇവിടെ അഭിയാണെങ്കിൽ അനഘ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അനന്തപുരിയിലേക്ക് വരുന്നെന്നുള്ള വാർത്ത കേട്ടതും നെഞ്ചിൽ തീ കോരിയിട്ട പോലെയായി. അവൾക്ക് ബോധം വന്നു, നടക്കാൻ തുടങ്ങി. ഇനി ബാക്കിയുള്ളത് സംസാരം മാത്രമാണ്. അതുകൂടെ തിരിച്ചു കിട്ടിയാൽ എൻ്റെ കഥ അവിടെ തീരും എന്നിങ്ങനെ ഓർത്തുകൊണ്ട് അഭി ആകെ അസ്വസ്ഥനായി മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പക്ഷെ അഭി കരുതിയതിലും വലിയൊരു ബോംബ് ആ വീട്ടിൽ പൊട്ടാനിരിക്കുകയായിരുന്നു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നവ്യയാണെങ്കിൽ പതുക്കെ ആദർശിന്റെയും നയനയുടെയും മുറിയിലേക്ക് ചെന്നു. ഇനി സത്യങ്ങളൊന്നും മറച്ചു വെക്കേണ്ടെന്ന് തന്നെയാണ് നവ്യയുടെ തീരുമാനം. എന്നാൽ ആദർശും നയനയും ആണെങ്കിലോ നവ്യ ഓൾറെഡി തന്നെ തങ്ങളുടെ കൂടെയാണെന്നുള്ള സത്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നവ്യയ്ക്കും അത് ഏറെക്കുറെ പിടികിട്ടി. അങ്ങനെ പിന്നെ അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നവ്യ പതുക്കെ ആദർശിന്റെയും നയനയുടെയും മുറിയിലേക്ക് ചെന്നു. വാതിലടച്ച് നവ്യ തന്റെ ഫോൺ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് വളരെ കൂളായിട്ട് തന്നെ പറഞ്ഞു, ആദർശേട്ടാ, നയനെ, നിങ്ങൾ എന്നെ സംശയിക്കുന്നത് എനിക്കറിയാം. അങ്ങനെ പറഞ്ഞിട്ട് നവ്യ ആ ഫോണിലെ ഓഡിയോ ഫയലുകൾ ഓരോന്നായി പ്ലേ ചെയ്തു. അഭിയും അവനുമായി ബന്ധപ്പെട്ട ആളുകളും നടത്തുന്ന മുഴുവൻ തട്ടിപ്പുകളുടെയും അനഘയെ വധിക്കാൻ നടത്തിയ ഗൂഢാലോചനകളുടെയും സകല റെക്കോർഡിങ്സും അതിലുണ്ടായിരുന്നു. ഇത് കേട്ട ആദർശും നയനയും ആകെ ഞെട്ടിപ്പോയി. നയന അത്ഭുതത്തോടെ ചോദിച്ചു, ചേച്ചി, ഇതെന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? നവ്യ അപ്പോൾ ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നുവെന്ന് നടിച്ച് എന്റെ ജീവിതം തകർത്തവനാണ് ആ അഭി. അവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം നയനെ. പക്ഷെ വെറുതെ പോയി ബഹളം വച്ചാൽ അവൻ തടിയൂരും. വ്യക്തമായ തെളിവുകൾ കയ്യിൽ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അവന്റെ കൂടെ നിന്ന് ഇത്രയും ദിവസം അഭിനയിച്ചത്. അനഘയെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു തന്നതും ഞാൻ തന്നെയാണ്. ഇനി നമുക്ക് ഒന്നിച്ച് കളിക്കാം. അതോടെ ആദർശും നയനയും നവ്യയും ഒരൊറ്റ ടീമായി മാറി. അഭിയെ പൂട്ടാനുള്ള പ്ലാനുകൾ അവർ രഹസ്യമായി തയ്യാറാക്കി. അതിനുശേഷം അടുത്ത ദിവസം ഉമ്മറത്ത് വലിയൊരു വഴക്ക് നടക്കുകയായിരുന്നു. അനിയെ സ്വന്തമാക്കാൻ ജലജയും അവന്തികയും കൂട്ടുപിടിച്ചിറങ്ങിയിരിക്കുകയാണ്. നന്ദുവിന്റെ കുടുംബത്തെ നാറ്റിക്കാൻ ജലജ ഉറഞ്ഞു തുള്ളി. അവളുടെ അമ്മ ആ കനകയുണ്ടല്ലോ, അവൾ എന്തൊക്കെയോ കൂടോത്രം ചെയ്താണ് അനിയെ നന്ദുവിന്റെ പുറകെ നടത്തുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ അവന്തികയുടെ ജീവിതം തകർക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നയന ഈ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നയനെ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ആദർശിന് ഒരു സിഗ്നൽ കൊടുക്കുക. ആദർശ് അങ്ങനെ ഹാളിലെ ആ വലിയ TV ഓൺ ചെയ്യുന്നു. TV-യിൽ തെളിഞ്ഞ ദൃശ്യങ്ങൾ കണ്ട് ജലജയുടെയും അവന്തികയുടെയും കിളി പോയി. അഭിയുമായി ചേർന്ന് സ്വത്ത് തട്ടിയെടുക്കാൻ അവന്തിക നടത്തുന്ന രഹസ്യ ചർച്ചകളും നന്ദുവിനെ വീഴ്ത്താൻ ജലജ കൊടുത്ത പണത്തിന്റെ കണക്കുകളുമായിരുന്നു അത്. നയന വളരെ ദേഷ്യത്തോടെ എന്നിട്ട് ജലജയോട് പറഞ്ഞു, അപ്പച്ചി, കൂടോത്രം ചെയ്യുന്നത് ആരാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? അതുകൊണ്ടേ ഇനി ഈ ടൈപ്പ് നാടകവുമായിട്ട് ഇങ്ങോട്ട് വരരുത്. ഏതായാലും അതോടുകൂടി അവന്തികയുടെ മാന്യതയുടെ മുഖംമൂടിയും അടിയോടെ ഊരി വീണു. എല്ലാവർക്കും മനസ്സിലാവുകയാണ് അവന്തികയും ജലജയുടെയും അഭിയുടെയും സൈഡ് തന്നെയാണെന്ന്. അനിയാണെങ്കിലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദുവിന്റെ കൈ ചേർത്ത് പിടിച്ചു പറയുക, എനിക്ക് നന്ദുവിനെ മാത്രം മതി, ഇതിനിടയിൽ ഇനി ആരും വരണ്ട എന്ന് അവൻ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു. ജലജയും അവന്തികയും നാണം കെട്ട് മുറിക്കുള്ളിലേക്ക് വലിഞ്ഞു. ഒരു വശത്ത് അങ്ങനെ പ്രോപ്പർട്ടി പ്രശ്നങ്ങളും കള്ളത്തരങ്ങളും പൊളിയുമ്പോൾ മറുവശത്ത് അനഘയുടെ മുറിയിൽ ഒരു അത്ഭുതം നടക്കുകയായിരുന്നു. മുറിയിൽ അനഘയുടെ കട്ടിലിനരികിലിരുന്ന് ചന്തുമോള് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. അമ്മേ, എല്ലാവരും അമ്മയോട് സംസാരിക്കാൻ പറയുന്നുണ്ടല്ലോ, അമ്മയ്ക്ക് എന്നോട് ഒന്നും പറയാനില്ലേ? എനിക്ക് എൻ്റെ അമ്മയുടെ ശബ്ദം ഒന്ന് കേൾക്കണം, അമ്മയൊന്ന് സംസാരിക്കുക. അങ്ങനെ ആ കുഞ്ഞിന്റെ കണ്ണീര് വീണ് അനഘയുടെ കൈകൾ ചെറുതായി വിറച്ചു. അവളുടെ മനസ്സിലേക്ക് ഭൂതകാലത്തിലെ ഓർമ്മകൾ ഇരച്ചു കയറി. അങ്ങനെ സർവ്വശക്തിയും എടുത്ത് അവളുടെ അധരങ്ങൾ ചലിക്കുകയാണ്. വളരെ പതുക്കെ എങ്കിലും വ്യക്തമായി ആ ശബ്ദം പുറത്തു വന്നു, മോളെ, ചന്തുമോളെ,
ചന്തുമോളാണെങ്കിലോ ആ വിളി കേട്ട് ഞെട്ടി. അമ്മയെന്ന് വിളിച്ച് അവൾ അനഘയെ കെട്ടിപ്പിടിച്ചു. ഓടി വന്ന ആദർശും നയനയും ഡോക്ടേഴ്സും ആ കാഴ്ച കണ്ട് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. അനഘ തിരികെ സംസാരിച്ചു തുടങ്ങിയെന്ന വാർത്ത ആ വീട് ആകെ പടർന്നു. അനഘ സംസാരിച്ചു തുടങ്ങിയെന്ന വാർത്ത അഭിയുടെ ചെവിയിലും എത്തി. തീർന്നു, എല്ലാം തീർന്നു. അഭി ഭ്രാന്ത് പിടിച്ചവനെ പോലെയായി. പോലീസുകാർ ഏത് നിമിഷവും തന്നെ പിടിക്കാൻ വരുമെന്ന് അവൻ ഉറപ്പിച്ചു തന്നെ നിൽക്കുകയാണ്. നാഗേന്ദ്രന്റെ കൂടെയായിരുന്നു അഭി ആ സമയത്തുണ്ടായിരുന്നത്. എന്തായാലും അഭിയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള അവസാനത്തെ അടവായി. അഭി നേരെ അനഘയുടെ മുറിയിലേക്ക് പാഞ്ഞു കയറി. ഈ സമയത്ത് അനഘയും ചന്തുമോളും അനന്തപുരിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അഭിക്ക് നിഷ്പ്രയാസം അനഘയുടെ മുറിയിലേക്ക് കയറാനും ചന്തുമോളെ ബലമായി പിടിച്ചെടുത്ത് കാറിലേക്ക് ഓടാനും കഴിഞ്ഞു. എന്നാൽ അഭിയുടെ ഈ വെപ്രാളം ശ്രദ്ധിച്ചിരുന്ന നാഗേന്ദ്രനാണെങ്കിലോ അഭിയെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് നാഗേന്ദ്രൻ അഭിയെ വന്നിട്ട് തടയുകയാണ്. എടാ അഭി, നീ കാട്ടുന്നതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ സ്വന്തം ചോരയായ കുഞ്ഞിനെയെങ്കിലും വെറുതെ വിടറ. അവളോട് ഈ ക്രൂരത കാണിക്കരുത്. എന്നാൽ സ്വാർത്ഥത മൂത്ത അഭിയാണെങ്കിലോ നാഗേന്ദ്രനെ ക്രൂരമായി തള്ളി നിലത്തിട്ടു. എന്റെ ജീവനാണ് എനിക്ക് വലുതെന്ന് ആക്രോശിച്ച് കുഞ്ഞുമായിട്ട് കാറിൽ പാഞ്ഞുപോയി. പക്ഷെ അഭിയുടെ പ്ലാനുകളൊക്കെ നേരത്തെ തന്നെ ആദർശ് പ്രവചിച്ചിരുന്നു. അഭി ഹൈവേയിലേക്ക് കയറിയതും മുന്നിലും പിന്നിലും പോലീസ് കാറുകൾ വന്ന് അവന്റെ വഴി അടച്ചു. കൂടെ സേവ്യറും ആദർശും ഉണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ അഭിയാണെങ്കിലോ കുഞ്ഞിനെ പിടിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയാണ്. ആരും മുന്നോട്ട് വരരുത്, വന്നാൽ ഞാൻ ഇതിനെ തീർക്കും. എന്നാൽ ഈ സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു കാറിൽ നിന്ന് നവ്യ ഇറങ്ങി വന്നത്. നവ്യയുടെ കയ്യിൽ ഒരു പെൻഡ്രൈവ് ഉണ്ടായിരുന്നു. നവ്യ ചിരിച്ചുകൊണ്ട് നന്ദുവിനോടായിട്ട് പറഞ്ഞു, മാഡം, ഇവൻ ഇനി എത്ര ഭീഷണിപ്പെടുത്തിയാലും കാര്യമായിട്ടൊന്നുമില്ല. ഇയാളുടെ സകല കുറ്റസമ്മതങ്ങളും ബിസിനസ് തട്ടിപ്പുകളും വധശ്രമങ്ങളുടെ തെളിവുകളും ഈ പെൻഡ്രൈവിലുണ്ട്. ഇവന്റെ കളി കഴിഞ്ഞു. പോലീസുകാർ തോക്ക് ചൂണ്ടി അഭിയെ വളഞ്ഞു. സ്വന്തം പതനവും മനസ്സിലായതോടെ അഭിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുകയാണ്. നയന ഓടിച്ചെന്ന് നെഞ്ചോട് ചേർത്തു. നന്ദു ആണെങ്കിലോ അവന്റെ കയ്യിൽ വിലങ്ങ് വെച്ച് വലിച്ചഴിച്ച് വണ്ടിയിൽ കയറ്റി. അങ്ങനെ എല്ലാ കൊടുങ്കാറ്റുകളും ഒടുങ്ങി. അനന്തപുരിയിൽ വീണ്ടും ശാന്തത തിരികെ എത്തി. നയനയുടെയും ആദർശിന്റെയും കൈ പിടിച്ച് കുഞ്ഞു ചന്തുമോളെയും ചേർത്ത് പിടിച്ച് അനഘ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നു. അങ്ങനെ ഒടുവിൽ എല്ലാവരും കാത്തിരുന്ന ആ ക്ലൈമാക്സ് ദിനം വന്നു ചേർന്നു. അഭിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് അറിഞ്ഞതും നമ്മുടെ ജലജയും അവന്തികയും ആകെ തകർന്നു നിൽക്കുകയാണല്ലോ. ജലജയ്ക്ക് തന്റെ കാമുകനുമായി രഹസ്യബന്ധമുള്ള വിവരം നാഗേന്ദ്രന് മുമ്പേ അറിയാമായിരുന്നു. ആ വലിയ രഹസ്യം പുറത്തു വന്നാൽ തന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുമെന്ന് ജലജയ്ക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഈ രണ്ടാം വരവിൽ ജലജ നാഗേന്ദ്രനെ ഇല്ലാതാക്കാൻ നോക്കിയത്. പണ്ടും നാഗേന്ദ്രനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ജലജ ഒരു വലിയ ചതി ആസൂത്രണം ചെയ്തതാണ്. വീട്ടിലെ മാലയും സ്വത്തും തട്ടിയെടുക്കാൻ നാഗേന്ദ്രൻ നോക്കുന്നു എന്ന് പറഞ്ഞ് അവൾ അജയനെയും ജാനകിയും തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. ജലജ പറഞ്ഞ നുണകൾ അജയനും ജാനകിയും അതേപടി വിശ്വസിക്കുകയായിരുന്നു. അതിനു പുറമെ അവർക്ക് ജലജ വലിയൊരു ഓഫറും കൊടുത്തു. നാഗേന്ദ്രനെ പുറത്താക്കാൻ സഹായിച്ചാൽ തനിക്ക് കിട്ടേണ്ട പണവും സ്വത്തും കൂടെ അവർക്ക് തരാമെന്നും വലിയൊരു തുക കയ്യിൽ കൊടുക്കാമെന്നും ജലജ അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ ആ പണത്തോടുള്ള ആർത്തി കാരണമാണ് അജയനും ജാനകിയും ജലജയുടെ കൂടെ നിന്നത്. ജലജയുടെ ഓഫറിൽ വീണുപോയ അജയനും ജാനകിയും നാഗേന്ദ്രനെതിരെ തിരിഞ്ഞു. അങ്ങനെ അവരെല്ലാം ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് നാഗേന്ദ്രനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റിയത്. എന്നാൽ ജലജയ്ക്ക് വേറൊരു കാമുകനുണ്ടെന്നുള്ളൊരു സത്യം അജയനും ജാനകിക്കും അറിയില്ലായിരുന്നു. അവരതൊട്ട് അന്വേഷിക്കാനും പോയില്ല. എന്തായാലും ആ ക്ലൈമാക്സ് ദിനത്തിൽ ആദർശ് നാഗേന്ദ്രനെയും കൂട്ടി വീട്ടിലേക്ക് കടന്നു വന്നു. ജലജ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അടിയായിരുന്നു അത്. താൻ എങ്ങനെ ജീവനോടെ രക്ഷപ്പെട്ടു, ആരാണ് തന്നെ സഹായിച്ചത് എന്ന സത്യം നാഗേന്ദ്രൻ അവിടെ വെച്ച് തുറന്നു പറയുന്നു. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ജീവനോട് നിൽക്കുന്നത് ഒരാളുടെ ധൈര്യം കൊണ്ട് മാത്രമാണ്. എന്നെ മരണത്തിന്റെ വക്കിൽ നിന്ന് രക്ഷിച്ചത് ആദർശാണ്. എന്നെ വിശ്വസിക്കുകയും സത്യം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തത് അവനാണ്. അതുകൊണ്ടാണ് ഇന്ന് എനിക്കെല്ലാം തുറന്നു പറയാൻ കഴിയുന്നത്. അങ്ങനെ നാഗേന്ദ്രൻ വികാരാധീനായിട്ട് പറയുന്നു. അതിനുശേഷം വർഷങ്ങളായി മനസ്സിൽ ഒളിപ്പിച്ചിരുന്ന ഓരോ സത്യവും അദ്ദേഹം തുറന്നു പറയുന്നു. ജലജ എങ്ങനെ തന്നെ കള്ളക്കഥകൾ പറഞ്ഞ് കുറ്റക്കാരനാക്കി സ്വന്തം തെറ്റുകൾ തന്റെ തലയിൽ ചുമത്തി അനന്തപുരിയിൽ നിന്ന് പുറത്താക്കിയത് എങ്ങനെയെന്നും നാഗേന്ദ്രൻ അവിടെ വെച്ച് വിശദീകരിക്കുകയാണ് എല്ലാവരോടും. ആ വാക്കുകൾ കേട്ടതോടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിപ്പോകുന്നു. ഇത്രയും വർഷം വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ മുഴുവൻ തെറ്റായിരുന്നുവെന്ന് മുത്തച്ഛനും മുത്തശ്ശിക്കും മനസ്സിലാവുകയാണ്. തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നതോടെ ജലജയ്ക്ക് ഇനി നിഷേധിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ ചെയ്ത എല്ലാ തെറ്റുകളും അവൾക്ക് സമ്മതിക്കേണ്ടി വരികയാണ്. അതുപോലെ തന്നെ അജയനും ജാനകിയും തങ്ങൾ മറച്ചുവെച്ച കാര്യങ്ങളും തെറ്റായ തീരുമാനങ്ങളും എല്ലാവരുടെയും മുന്നിൽ തുറന്നു സമ്മതിക്കുന്നു. ഇത് കേട്ട മുത്തച്ഛൻ കടുത്ത ശബ്ദത്തിൽ തന്നെ പറയുകയാണ്, ഈ വീടിന്റെ വിശ്വാസം തകർത്തവർക്കും കുടുംബത്തെ വഞ്ചിച്ചവർക്കും ഇനി ഇവിടെ സ്ഥാനമില്ല. സത്യത്തെ ഇത്രയും വർഷം മറച്ചു വെച്ച എല്ലാവരുടെയും ജീവിതം നശിപ്പിച്ച നിന്നെ ഇനി ഈ വീട്ടിൽ താമസിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ജലജെ. അങ്ങനെ ആ വാക്കുകളോടെ ജലജയോട് അനന്തപുരി വിട്ടു പോകാൻ മുത്തശ്ശൻ ആവശ്യപ്പെടുകയാണ്. ജലജ ഒന്നും പറയാൻ കഴിയാതെ തല കുനിച്ച് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നു. അപ്പോൾ അവളുടെ കണ്ണുകളിൽ ആദ്യമായി കുറ്റബോധവും തോൽവിയും ഒരുമിച്ച് കാണാം. അതേസമയം നാഗേന്ദ്രനാണെങ്കിലോ തന്റെ പ്രതികാരത്തിന്റെ വഴികളെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. എനിക്ക് ആരോടും ഇനി പ്രതികാരം വേണ്ട. എനിക്ക് വേണ്ടിയിരുന്നത് സത്യം മാത്രം പുറത്തു വരണമെന്നായിരുന്നു. ഇന്നത് നടന്നു.
ഇനി ബാക്കിയുള്ള ജീവിതം വെറുപ്പോടെയല്ല സമാധാനത്തോടെയാണ് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അത് കേട്ട ആദർശും നയനയും നാഗേന്ദ്രന്റെ അടുത്തേക്ക് എത്തുന്നു. നാഗേന്ദ്രൻ ആദർശിന്റെ കൈ പിടിച്ച് നന്ദി പറയുമ്പോൾ ആദർശ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ചെയ്തത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കടമ മാത്രമാണ്. സത്യം ജയിക്കണമെന്നൊന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അവസാനം നാഗേന്ദ്രനും അനന്തപുരി കുടുംബവും പഴയ വൈരാഗ്യങ്ങളെല്ലാം മറന്ന് പുതിയൊരു തുടക്കം കുറിക്കാൻ തീരുമാനിക്കുകയാണ്. വർഷങ്ങളായി തെറ്റിദ്ധാരണകൾ കൊണ്ട് അകന്നുപോയ ബന്ധങ്ങൾ വീണ്ടും ഒന്നാകുന്നു. വീട്ടിൽ വീണ്ടും സന്തോഷവും സമാധാനവും തിരികെ എത്തുന്നു.